പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് പരിചയപ്പെടുന്ന ഏറ്റവും പുതിയ നോവൽ ഡോക്ടർ സോണിയ ചെറിയാൻ്റെ സ്നോ ലോട്ടസ് ആണ്. മാതൃഭൂമി ആണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നമ്മൾ പട്ടാള കഥകൾ ധാരാളം വായിച്ചിട്ടുണ്ട്. കോവിലൻ്റെയും നന്ദനാരുടെയും പാറപ്പുറത്തിൻ്റെയും ഒക്കെ അവരുടെ തിളങ്ങുന്ന പാരമ്പര്യ പട്ടാള കഥകൾക്ക് ഇതാ പ്രകാശമാനമായ ഒരു പെൺഭാഷ്യം. ഒരു പക്ഷേ മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പട്ടാള കഥ ഒരു സ്ത്രീ, ഒരു എഴുത്തുകാരി ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുന്നത്. സാധാരണ ആളുകൾക്ക് അപ്രാപ്യമായ പർവ്വത നിരകളിലൂടെ പർവ്വതാരോഹകയായ ഒരു പട്ടാളക്കാരി തേടി പോവുകയാണ്. ആ പട്ടാളക്കാരി ഒരു ഡോക്ടറാണ്, ഡോക്ടർ ഗോപ മുകുന്ദൻ. അവരുടെ അച്ഛൻ നേരത്തെ നടത്തിയ ഒരു ഓപ്പറേഷനിൽ, സ്നോ ലോട്ടസ് എന്ന് പേരിട്ട ഒരു ഓപ്പറേഷനിൽ ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ മഞ്ഞു മലകൾക്കിടയിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. മഞ്ഞിനുള്ളിൽ പുതഞ്ഞുപോയ അവരുടെ അച്ഛനെ തേടി ആ മകൾ നടത്തുന്ന അതിസാഹസികമായ ഉദ്വേഗജനകമായ ഒരു യാത്ര വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ നോവലിൽ ഡോക്ടർ സോണിയ ചെറിയാൻ. അതിനുവേണ്ടി അവർ ടിബറ്റൻ ഭാഷ പഠിക്കുക പോലും ചെയ്യുന്നു. ടിബറ്റൻ ഭാഷ പഠിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് ഈ അച്ഛനെ തേടിയുള്ള യാത്രക്കൊരുങ്ങാൻ വേണ്ടി അവർ ഡോക്ടർ ആയി മെഡിസിൻ പഠിച്ചു എന്ന് മാത്രമല്ല, മിലിറ്ററിയിൽ ചേർന്നു എന്ന് മാത്രമല്ല, അച്ഛൻ എവിടെയാണോ നഷ്ടപ്പെട്ടു പോയത് എന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അവിടത്തേക്ക് പോസ്റ്റിംഗ് വാങ്ങുകയും അച്ഛനെ തേടിയുള്ള ആ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. വളരെ മനോഹരമായ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയം കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ നോവലാണ് സ്നോ ലോട്ടസ്.